അപ്പോൾ നിലവിൽ ആന്റണി രാജു MLA ആണ്, മുൻ മന്ത്രിയായിരുന്നു. അപ്പോൾ രാഷ്ട്രീയ കേരളവും അതുപോലെ തന്നെ ഇത് നിയമപരമായി നോക്കുമ്പോഴും ഒരുപാട് ഇമ്പാക്റ്റ് ഈ കേസിൻ്റെ തുടർച്ചയായി പ്രതീക്ഷിക്കപ്പെടേണ്ടതാണ്. എന്നോടൊപ്പം പ്രശാന്ത് കൃഷ്ണ കൂടി ചേരുകയാണ്. പ്രശാന്ത്, പൊളിറ്റിക്കൽ ഭാവി ആന്റണി രാജുവിൻ്റെ വളരെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണ്. കാരണം ഈ വരാൻ പോകുന്ന വിധിയുടെ കാഠിന്യം അനുസരിച്ചാണെങ്കിൽ ആന്റണി രാജുവിന് പിന്നീടുള്ള ഭാവി എത്രത്തോളം പ്രതിസന്ധിയിലേക്ക് പോകും? ആന്റണി രാജുവിൻ്റെ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ നേതാവായ ആന്റണി രാജുവിൻ്റെ രാഷ്ട്രീയ ഭാവി ഒരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ്. ഈ വിധി, അതായത് ഇന്നിപ്പോൾ 2 വർഷത്തിൽ കുറയാത്ത ഒരു ശിക്ഷയാണ് ഇന്നിപ്പോൾ കോടതി നൽകുന്നത് എങ്കിൽ ആന്റണി രാജുവിൻ്റെ MLA സ്ഥാനം, നിയമസഭാംഗത്വം ഇപ്പോൾ തന്നെ റദ്ദാകും. ആന്റണി രാജു അയോഗ്യനാകും. 1951 ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു നിയമസഭാ സാമാജികൻ അല്ലെങ്കിൽ ഒരു സാമാജികൻ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടാൽ, ഇങ്ങനെ 2 വർഷമോ അതിൽ കൂടുതലോ ടേമിലേക്ക് ശിക്ഷിക്കപ്പെട്ടാൽ, തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ ഈ അംഗത്വം നഷ്ടമാകും. അത് മാത്രമല്ല, പക്ഷേ അടുത്ത 6 വർഷത്തേക്ക് പിന്നീട് മത്സരിക്കാനും സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ ഈ സമയം ഏറ്റവും പ്രധാനമാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയിപ്പോൾ 4 മാസം മാത്രമേ അകലെയുള്ളൂ. 6 വർഷത്തേക്ക് മത്സരിക്കാൻ കഴിയില്ലെന്ന് പറയുമ്പോൾ ആന്റണി രാജുവിന് ഉറപ്പായും അങ്ങനെ വരുമ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കില്ല. 2026 മാത്രമല്ല, 6 വർഷം എന്ന് പറയുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതായത് 2031 വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയം വരെ ആ അയോഗ്യത നിലനിൽക്കുമെന്നതാണ്. ഇപ്പോൾ കോടതി, പ്രോസിക്യൂഷൻ കോടതിയിൽ, ഇപ്പോൾ സെഷൻസ് കോടതിയിലേക്ക് വിധി പറയുന്നതിന്, ശിക്ഷാവിധി പറയുന്നതിന് മാറ്റുക, അങ്ങനെ എന്തെങ്കിലും ഇന്നിപ്പോൾ ശിക്ഷാവിധി പ്രഖ്യാപിക്കാത്ത പോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അയോഗ്യത വരില്ല. പക്ഷെ അപ്പോഴും ആന്റണി രാജുവിന് മുന്നിലൊരു പ്രശ്നമുണ്ട്, LDFന് മുന്നിലൊരു പ്രശ്നമുണ്ട്. കാരണം ആന്റണി രാജു ഈ തൊണ്ടി മുതൽ കൃത്രിമം നടത്തിയ കേസിൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു ധാർമ്മിക പ്രശ്നം നിലനിൽക്കുന്നു ആന്റണി രാജുവിനും അദ്ദേഹത്തിൻ്റെ പാർട്ടി ഉൾപ്പെടുന്ന LDFനും. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ഇപ്പോൾ മുതൽ തന്നെ സമരത്തിലേക്ക് ഇറങ്ങും ആന്റണി രാജുവിനെതിരെ. ആന്റണി രാജു പ്രതിനിധാനം ചെയ്യുന്നത് തിരുവനന്തപുരം സെൻട്രൽ നിയോജക മണ്ഡലത്തിലാണ്. തീർച്ചയായും പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെ ഏവരും കാത്തിരിക്കുകയാണ്. ആ വിധിക്കായി അല്പസമയത്തിനകം വിധി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.